കേരള രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്നത് കേവലം ഒരു പേരോ പദവിയോ അല്ല, മറിച്ച് ഒരു വികാരമാണ്. ആ വികാരം ഇന്നും ജനഹൃദയങ്ങളിൽ അലയടിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ മകൾ മറിയ ഉമ്മന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന പുതിയ ചർച്ചകളും. UDF കൺവീനർ അടൂർ പ്രകാശ് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അനിശ്ചിതത്വങ്ങളും കുടുംബത്തിനകത്തെ തർക്കങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒത്തുചേരുന്ന ഒരു സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ നടന്ന UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് നാടകീയമായ ആ വെളിപ്പെടുത്തൽ ഉണ്ടായത്. മറിയ ഉമ്മനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അടൂർ പ്രകാശ് പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷെ തലവിധി മോശമായതിനാൽ നടന്നില്ല എന്ന് മാത്രം. ഈ ഒരു വാചകം കൊണ്ട് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ആരെയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്നത്. മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി ഗൗരവകരമായി ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ അത് തടയപ്പെട്ടുവെന്നുമാണ് അടൂർ പ്രകാശ് ഇതിലൂടെ വ്യക്തമാക്കിയത്. ഒരു മുതിർന്ന നേതാവ് പരസ്യമായി ഇത്തരം ഒരു നിരാശ പങ്കുവയ്ക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യത്തെയും തീരുമാനമെടുക്കുന്നതിലെ പാളിച്ചകളെയും വിരൽ ചൂണ്ടുന്നു. മറിയെ മത്സരിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റേതോ ശക്തികൾ അതിന് തടസ്സം നിന്നുവെന്നുമാണ് ഇതിലൂടെ വായനക്കാർക്ക് ലഭിക്കുന്ന സന്ദേശം. മറിയ ഉമ്മനെ സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായ രമേശ് ചെന്നിത്തലയും VD സതീശനും മുൻകൈ എടുത്തിരുന്നതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, ആലപ്പുഴയിലെ ചെങ്ങന്നൂർ അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ഏതെങ്കിലും ഒരു സുരക്ഷിത മണ്ഡലം എന്നിവിടങ്ങളിൽ മറിയെ പരിഗണിച്ചിരുന്നു. ഉമ്മൻചാണ്ടി എന്ന ജനകീയ നേതാവിനോടുള്ള ആദരസൂചകമായും അദ്ദേഹത്തിന്റെ വിയോഗം സൃഷ്ടിച്ച വൈകാരിക തരംഗം വോട്ടാക്കി മാറ്റാനുമാണ് മറിയെ മുൻനിർത്തി ഹൈക്കമാൻഡ് തലം വരെ ആലോചനകൾ നടന്നത്.